കട്ടളപ്പാളി, ദ്വാരപാലക പാളികൾ ഇതെല്ലാം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് തൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് 10 മിനിറ്റ് മാത്രം പൂജ നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, താൻ സ്മാർട്ട് ക്രിയേഷൻസിൽ ചെന്നപ്പോഴാണ് ഇതെല്ലാം കാണുന്നത്. അപ്പോൾ അന്നേരം ശബരിമലയിലേക്ക് അവരെല്ലാം പോകാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് തൻ്റെ വീട്ടിലും കൂടെ ഒന്ന് കയറിയിട്ട് പോകൂ എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇതെല്ലാം സംഭവിച്ചത് ഒരു ദിവസമാണ് എന്നുള്ളതാണ്. ഇനി മാതൃഭൂമി ന്യൂസിൽ അന്ന് നടത്തിയ പ്രതികരണം കൂടി ഒന്ന് കേട്ടു നോക്കാം. അതെ, അദ്ദേഹം തന്നെയാണ് വിളിച്ചത്. അദ്ദേഹം വിളിച്ചു, ചെന്നൈയിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ശബരിമലയിലേക്ക് പോകുന്നതിന് മുമ്പ് വന്ന് ഒരു പൂജയും മറ്റൊക്കെ ചെയ്താൽ നന്നായിരിക്കും. ഞാൻ വീരമണിയെ വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം വന്ന് പാട്ട് പാടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോ ഞാൻ ചെല്ലുമ്പോ വീരമണി സ്വാമി ഉണ്ട്. അല്ല, ഞങ്ങൾ ഒരുമിച്ചാ പോയത്. കറക്റ്റാ, ഞങ്ങൾ ഒരുമിച്ചാ പോയത്. എന്നിട്ട് അദ്ദേഹം പാട്ടുകൾ പാടി, ഞാനും ഒരുമിച്ചിരുന്ന് പാടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കർപ്പൂരം ഒഴിഞ്ഞു, ശരണം വിളിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് പ്രധാന പൂജ ചെയ്ത്. കൂടെ ഞാനും ഇരുന്നു. അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് വിളിച്ചതല്ലേ? സ്മാർട്ട് ക്രിയേഷൻസിൽ ഇങ്ങനെ ഒരു വർക്ക് നടക്കുന്നുണ്ട്, പൂർത്തിയായി. സ്വപ്നത്തിൽ ജയറാമിനെ കണ്ടു, അപ്പൊ വരണം. തീർച്ചയായിട്ടും അന്നത്തെ ദിവസം ഞാൻ ഷൂട്ടിംഗ് ആവട്ടെ നിർത്തിയിട്ടാണ് ഓടിയത്. അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെയാണോ വീട്ടിലേക്ക് കൊണ്ടുവന്നത്, അതോ അത് കഴിഞ്ഞിട്ടോ? അന്നായിരുന്നു, അടുത്ത ദിവസമായിരുന്നു. അത് കൃത്യം ഓർക്കുന്നില്ല കേട്ടോ. എനിക്കത് അന്ന് തന്നെ ആയിരുന്നു, അല്ല അടുത്ത ദിവസമാണോ സംശയം ഉണ്ടായിരിക്കുന്നത്. പെട്ടെന്ന് ഓർത്ത് കിട്ടാൻ ബുദ്ധിമുട്ട്. ദിവിഷ്, ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഈ കേട്ടത്. അപ്പോൾ ജയറാം അതിനകത്ത് പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസിൽ താൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ തന്നോടൊപ്പം വീരമണി ഉണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പൂജ നടത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇവരെല്ലാവരും കൂടി തൻ്റെ വീട്ടിലേക്ക് വന്ന് പൂജ നടത്തി എന്നുള്ളതാണ്. മാതൃഭൂമി ന്യൂസിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സംശയമുണ്ട്. ഈ ചടങ്ങുകൾ നടന്നത് 2 ദിവസമാണോ? അതായത് താൻ സ്മാർട്ട് ക്രിയേഷൻസിൽ ചെല്ലുന്നതിൻ്റെ അന്നാണോ തൻ്റെ വീട്ടിലേക്ക് ഈ പാളികൾ കൊണ്ടുവന്നത്, അതോ പിറ്റേ ദിവസമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ ആശയക്കുഴപ്പം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ സംശയമില്ല, അവിടെ ഉണ്ടായിരുന്നത് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും കട്ടളപ്പാളിയും ഒപ്പം തന്നെ ദ്വാരപാലക പാളികളുമാണ്. അത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞാണ് അവിടേക്ക് കൊണ്ടുവന്നതെന്നാണ്. ഇനി നമുക്ക് ഒരു കാര്യത്തിലാണ് സംശയം. ജയറാമിൻ്റെ വീട്ടിലെത്തിച്ചത് കട്ടളപ്പാളിയാണോ അതോ ദ്വാരപാലക പാളികളാണോ? അതൊന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് കാണാം, ഇവിടെ സ്മാർട്ട് ക്രിയേഷൻസിൽ കട്ടളപ്പാളിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയ, സ്വർണം പൊതിഞ്ഞ ശേഷം നടത്തിയ പൂജയുമായി ബന്ധപ്പെട്ട് 16/6/2019, അതായത് 2019 ജൂൺ 16-ന് ചെന്നൈയിലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വാർത്തയാണിത്. ഗോൾഡൻ വാസകൾ ടു അഡോൺ ശബരിമല റെഡി. ഈ ചിത്രത്തിൽ നമുക്ക് കാണാം നമ്മുടെ ശബരിമല സന്നിധാനത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ നിർമ്മിച്ചുകൊണ്ട് കൊടുത്ത കട്ടളപ്പാളി കൃത്യമായി കാണാം. അതിൻ്റെ മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജിക്കുന്നുണ്ട്, ജയറാം നിൽക്കുന്നുണ്ട്, പങ്കജ് ഭണ്ഡാരി നിൽക്കുന്നുണ്ട്, ഗോവർദ്ധൻ നിൽക്കുന്നുണ്ട്, ഗായകനായ വീരമണി രാജുവും നിൽക്കുന്നുണ്ട്. ഇതാണ് കട്ടളപ്പാളി പൂജ നടത്തുന്ന ദൃശ്യം, അതിൻ്റെ വാർത്ത. അപ്പോൾ അത് ജൂൺ 16-നാണ് 2019. അത് കൃത്യമാണ്. കാരണം ജൂൺ 16-ന് അവിടെ ജൂൺ 15-ന് പൂജ നടത്തിയാൽ മാത്രമേ ജൂൺ 16-ലെ പത്രത്തിൽ ഈ വാർത്ത വരികയുള്ളൂ. ആ ജൂൺ മാസത്തിലാണ് ശബരിമല സന്നിധാനത്ത് ഈ കട്ടളപ്പാളി അവിടെ സ്ഥാപിക്കുകയും ചെയ്തത്. അപ്പോൾ ജയറാം പങ്കെടുത്തിരിക്കുന്നത് കട്ടളപ്പാളിയുടെ പൂജയിലാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ. അതിൻ്റെ ഒരു ചിത്രം കൂടി നമുക്ക് കാണാം. കട്ടളപ്പാളി സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചിരിക്കുന്ന പൂജിക്കുന്ന ഫോട്ടോയാണ് ഇത്. സ്മാർട്ട് ക്രിയേഷൻസ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടത് 2019 ജൂലൈ 4-നാണ്. ഇനിയാണ് പ്രശ്നം. ഇനി ദ്വാരപാലക പാളികൾ എപ്പോഴാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ പൂജിച്ചത്, സ്മാർട്ട് ക്രിയേഷൻസിൽ തയ്യാറാക്കിയത്, സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ജയറാമിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്? അപ്പോൾ ജയറാം പറഞ്ഞതുപോലെ ഇത് 2 ദിവസമല്ല, 2 മാസമാണ്. അതായത് 2019 ജൂണിലാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ കട്ടളപ്പാളിയുടെ നിർമ്മാണവും പൂജയും നടന്നത്. ആ പൂജയിൽ ജയറാം പങ്കെടുത്തിരിക്കുന്നു. ആ കട്ടളപ്പാളി ജയറാമിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയതായി നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. ജയറാം പങ്കെടുക്കുന്ന കട്ടളപ്പാളിയുടെ മുന്നിലിരിക്കുന്ന ഒറ്റ വീഡിയോയും ഒറ്റ ഫോട്ടോയുമേ പുറത്തു വന്നിട്ടുള്ളൂ. അത് സ്മാർട്ട് ക്രിയേഷൻസിൽ നടക്കുന്ന ചടങ്ങാണ്. അതേസമയം ജയറാമിൻ്റെ വീട്ടിലൊരു പൂജ നടക്കുന്നുണ്ട്, അത് ദ്വാരപാലക പാളികളുടേതാണ്. ദ്വാരപാലക പാളികളുടെ പൂജ ജയറാമിൻ്റെ വീട്ടിൽ നടക്കുമ്പോൾ അതിൽ വീരമണിയുണ്ട്, പങ്കജ് ഭണ്ഡാരിയുണ്ട്, ജയറാമുണ്ട്, ബാക്കി കുറേ ആൾക്കാർ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമുണ്ട്. അപ്പോൾ ജയറാം ഇട്ടിരിക്കുന്നത് കറുത്ത ഷർട്ടൊക്കെയാണ്. അപ്പോൾ ജയറാമിൻ്റെ വീട്ടിൽ ദ്വാരപാലക പാളികൾ കൊണ്ടുവരുമ്പോൾ അത് മറ്റൊരു മാസം, അതായത് സെപ്റ്റംബർ മാസത്തിലാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിൻ്റെ തെളിവ് കൂടി നമുക്ക് കാണിക്കാം. ഇതാണ് ജയറാമിൻ്റെ വീട്ടിൽ ദ്വാരപാലക പാളികൾ വെച്ചുള്ള പൂജ നടത്തിയിരിക്കുന്നത്. ഇതാ ദ്വാരപാലക പാളികൾ കൃത്യമായി ജയറാമിൻ്റെ പൂജാമുറിയിൽ കാണാം. ജയറാമിൻ്റെ പൂജാമുറിയിലുള്ള ആനക്കൊമ്പിൽ തീർത്ത മിററാണിത്. നടുക്ക് ഗണപതി വിഗ്രഹമുണ്ട്, ഇവിടെ ദ്വാരപാലക പാളികളുണ്ട്. അതിനിടയിൽ കട്ടളപ്പാളി പോലൊരു കാര്യം കാണാം. ഇത് കട്ടളപ്പാളിയല്ല, ഈ കാണുന്നത്
ഈ ശബരിമല സന്നിധാനത്തെ തെക്ക് വടക്ക് മൂലകളിലുള്ള ഒരു പ്ലേറ്റ് കൂടി അവർ അന്ന് എടുത്തുകൊണ്ട് പോയിരുന്നു. അതാണ് അപ്പോൾ അത് ഈ ഒരു പടം പങ്കജ് ഭണ്ഡാരിയുടെ ഭാര്യ കലാ ഭണ്ഡാരിയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. അത് 2019 സെപ്റ്റംബർ 13-നാണ്. അപ്പോൾ ജയറാമിൻ്റെ വീട്ടിൽ ആകെ കൊണ്ടുവന്നിരിക്കുന്ന പാളി, ശബരിമലയിലെ പാളി എന്ന് പറയുന്നത് ദ്വാരപാലക പാളിയാണ്. അത് സെപ്റ്റംബറിലാണ്. അപ്പോൾ ജയറാം പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരൊറ്റ തവണയെ ഈ ചടങ്ങുകളിലെല്ലാം സംബന്ധിച്ചിട്ടുള്ളൂ. അത് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് പൂജ നടന്നപ്പോൾ അവിടെ കട്ടളപ്പാളിയും ദ്വാരപാലക പാളികളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു എന്നാണ്. അപ്പോൾ ജയറാം 2 തവണ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ ഈ പാളികളുമായി ബന്ധപ്പെട്ടുള്ള പൂജകളിൽ പങ്കെടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സ്മാർട്ട് ക്രിയേഷൻസിൽ നടത്തിയ പൂജയിൽ ജയറാം പങ്കെടുത്തത് ജൂൺ മാസത്തിലാണ്. അത് കട്ടളപ്പാളി മാത്രമാണ്. ഇനി ആ കട്ടളപ്പാളി ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം ആ കട്ടളപ്പാളി ജയറാമിൻ്റെ വീട്ടിൽ വെച്ച് പൂജിക്കുന്ന ഒരു ദൃശ്യവും വന്നിട്ടില്ല. അതേസമയം ഈ ദ്വാരപാലക പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ തയ്യാറാക്കുമ്പോൾ അവിടെ ജയറാം പൂജയ്ക്ക് എത്തിയോ എന്നുള്ള കാര്യവും വ്യക്തതയില്ല. കാരണം സ്മാർട്ട് ക്രിയേഷൻസിൽ ദ്വാരപാലക പാളികൾ പൂജിക്കുന്നതോ അതല്ലെങ്കിൽ അവിടെ ജയറാം പങ്കെടുക്കുന്നതായ ദൃശ്യങ്ങളില്ല. പകരം ജയറാമിൻ്റെ വീട്ടിൽ ദ്വാരപാലക പാളികൾ വെച്ച് പൂജിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ജയറാം 2 തവണ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട പൂജകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് കട്ടളപ്പാളിയുടെ പൂജയിലും അതിനുശേഷം ദ്വാരപാലക പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ തയ്യാറാക്കിയ ശേഷം ജയറാമിൻ്റെ വീട്ടിലുമാണ് പൂജിച്ചിരിക്കുന്നത്. നമുക്ക് സ്മാർട്ട് ക്രിയേഷൻസിൽ കട്ടളപ്പാളിയുടെ പൂജയിൽ ജയറാം പങ്കെടുത്ത ശേഷം അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതും കൂടി ഒന്ന് കേട്ടു നോക്കാം. ഇപ്പോൾ ശബരിമലയിലേക്ക് അടുത്ത കാലത്ത് 2 സ്വർണത്തിൽ പൊതിഞ്ഞ നടകൾ അത് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന വഴി അതാദ്യം തൊഴുത് കർപ്പൂരം കാണിച്ച് പൂജ ചെയ്ത് അയക്കാനുള്ളൊരു ഭാഗ്യം അയ്യപ്പൻ എനിക്ക് ഉണ്ടാക്കി തന്നു. അതേപോലെ തന്നെ ആ 2 സ്വർണവാതിലുകളും സ്ഥാപിക്കുന്ന അയ്യപ്പൻ്റെ ആ നടവാതിൽ അല്ലെങ്കിൽ അതിനെ കട്ടള എന്ത് വേണമെങ്കിൽ പറയാം. അപ്പം അത് സ്വർണത്തിൽ പൊതിഞ്ഞ് ശബരിമലയിലേക്ക് യാത്രയാവുന്നതിന് മുമ്പ്, പുറപ്പെടുന്നതിന് മുമ്പ് എൻ്റെ ഈ കൈകൾ കൊണ്ട് ഇന്ന് പൂജ ചെയ്യാനുള്ള ഒരു മഹാഭാഗ്യം എനിക്കുണ്ടായി. ഇതിപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ ശബരിമലയിലേക്ക് പുറപ്പെടും. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ശബരിമലയിൽ ഇത് സ്ഥാപിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടത് 2019 ജൂൺ 15 സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ജയറാം തന്നെ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ടളപ്പാളിയുടെ മുൻപിൽ നിർത്ത ഒരു സെൽഫി വീഡിയോയാണ്. അദ്ദേഹം പറയുകയാണ് അത് ശബരിമലയിലേക്ക് കൊണ്ടുവന്നതിന് മുമ്പ് തനിക്കതിൽ തൊടാനും ഒക്കെ കഴിഞ്ഞതിൽ ഭയങ്കര ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. ആ സംഭവം നടക്കുന്നത് ജൂണിലാണ്. അത് ജയറാമിൻ്റെ വീട്ടിലേക്ക് ആ കട്ടളപ്പാളി കൊണ്ടുപോയതായിട്ട് ഇതുവരെയും നമുക്കൊരു ചിത്രമോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെളിവോ കിട്ടിയിട്ടില്ല. അതേസമയം ഈ കാണുന്നത് ജയറാമിൻ്റെ വീട്ടിൽ വെച്ച് ദ്വാരപാലക പാളികൾ പൂജിച്ചതാണ്. ഇത് പൂജിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മാസമാണ്. ഇത് സ്മാർട്ട് ക്രിയേഷൻസ് അവരുടെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് സെപ്റ്റംബർ 13-നാണ്. അപ്പോൾ ആ സെപ്റ്റംബർ മാസത്തിലാണ് തിരിച്ചത് സന്നിധാനത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് ഈ ജയറാമിൻ്റെ വീട്ടിൽ ഇത് പൂജിച്ചതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം നൽകിയിരുന്നു. അന്ന്